ഹായ് ഫ്രണ്ട്സ്, ലാവണ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കളിയോടക്കയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ. കളിയോടക്ക ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ്. പിന്നെ കുറച്ച് തേങ്ങ, പഞ്ചസാര, ഉപ്പ്, ജീരകം. ഞാൻ പൊടിച്ച ജീരകമാണ് എടുത്തിട്ടുള്ളത്. അമ്മയാണ് ഇന്ന് കളിയോടക്ക ഉണ്ടാക്കുന്നത്. പണ്ട് ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് ചായയുടെ കഴിക്കാനായിട്ട് മിക്ക ദിവസങ്ങളിലും അമ്മ ഉണ്ടാക്കുന്നൊരു സാധനമാണിത്. ഒരുപാട് നാളിത് കേടാവാതിരിക്കുകയും ചെയ്യും. ഒരുവിധം എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചേക്കുന്ന തേങ്ങയും പഞ്ചസാരയും ഉപ്പും ജീരകവും കൂടി ഇതിലേക്ക് ചേർത്ത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 സ്പൂൺ നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ബോൾസാക്കി എടുക്കണം. കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്ത് അതിനെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതിനെ ഫുള്ള് നമുക്ക് ബോൾസാക്കി എടുക്കാം. ഇത്രയും മാവിൽ ഇത്രയും ബോൾസാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് തിരിച്ചും മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കി ഇരിക്കുന്നതും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ക്രിസ്പിയാണ്. ശരിക്കും കളിയോടയ്ക്കാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മൂപ്പിക്കണം. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അപ്പം കടിച്ചാൽ കടി കിട്ടത്തില്ല. ഭയങ്കര ഹാർഡായിരിക്കും അത്. ഇവിടെ പിന്നെ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് മൂപ്പിച്ചെടുത്തത്. ഒരുപാടിട്ട് മൂപ്പിക്കാണ്ട്. ഇതപ്പം കുഞ്ഞുങ്ങൾക്കും കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.